പോലീസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലാണ് ദിലീപ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. പൾസർ സുനി ഫോണിൽ വിളിച്ചതും കത്തയച്ചതും ഡിജിപിയെ അറിയിച്ചിരുന്നു. കത്ത് അന്ന് തന്നെ വാട്സാപ്പ് വഴി ഡിജിപിക്ക് കൈമാറിയിരുന്നു എന്നുമാണ് ജാമ്യാപേക്ഷയിൽ പറയുന്നത്. പൾസർ സുനിയുടെ കത്ത് കിട്ടിയ ദിവസം തന്നെ അത് വാട്സാപ്പ് വഴി ഡിജിപിക്ക് കൈമാറിയതായും ദിലീപ് ജാമ്യാപേക്ഷയിൽ പറയുന്നു. 20 ദിവസം കഴിഞ്ഞാണ് പരാതി നൽകിയതെന്ന പ്രോസിക്യൂഷന്റെ വാദം തെറ്റാണെന്നും ദിലീപ് ആരോപിക്കുന്നു. അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുമ്പോൾ ദിലീപ് അബാദ് പ്ലാസയിൽ താമസിച്ചിരുന്നു. മുകേഷിന്റെ ഡ്രൈവറായ പൾസർ സുനി അവിടെ കാർ പാർക്കിംഗിൽ എത്തിയിട്ടുണ്ടാവാം. ഇരുവരും മൊബൈൽ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്ന വാദത്തിന് അർത്ഥമില്ല. താൻ PR ഏജൻസിയെ നിയോഗിച്ചിട്ടില്ല. മഞ്ജു വാര്യർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥയായ ADGP B സന്ധ്യയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മഞ്ജു വാര്യർ ഗൂഢാലോചന ആരോപിച്ചിരുന്നുവെന്നും ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നു. ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രീകുമാർ മേനോനെതിരെ താൻ നടത്തിയ പരാമർശങ്ങൾ ADGP റെക്കോർഡ് ചെയ്തില്ല. ആ സമയത്ത് വീഡിയോ ക്യാമറ ഓഫ് ചെയ്യാൻ നിർദ്ദേശവും നൽകിയിരുന്നു. 2013 ഗൂഢാലോചന നടത്തി 2017 കൃത്യം നടത്തിയെന്ന അന്വേഷണ സംഘത്തിന്റെ വാദം അവിശ്വസനീയമാണ്. ഇതുപോലൊരു കൃത്യം നടത്താൻ 4 വർഷത്തെ തയ്യാറെടുപ്പ് ആവശ്യമില്ലെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ നൽകിയെന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ കെട്ടുകഥയാണ്. സഹതടവുകാരനായ വിഷ്ണുവിനെ സുനി അപ്പുണ്ണിയുടെ അടുത്തേക്ക് അയച്ചത് മൊബൈൽ നമ്പർ വാങ്ങാനായിട്ടാണ്. വലിയ തുകയുടെ ജോലി ഏൽപ്പിച്ച ആളുടെ മൊബൈൽ നമ്പർ പോലും ജോലി ഏറ്റെടുത്തയാളുടെ കൈവശമില്ലേ എന്നുമാണ് ദിലീപ് ജാമ്യാപേക്ഷയിൽ പറയുന്നത്. മീഡിയ 1